നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കും. വിദ്യാർത്ഥികളുമായും രാഹുൽ ഗാന്ധി സംവദിക്കും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പുറമെ പരീക്ഷാ ക്രമക്കേട്, രാജ്യത്തെ തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് കേന്ദ്ര സർക്കാരിനെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഡൽഹിയിൽ നിന്ന് വിനീത വിജി കൂടി ചേരുന്നുണ്ട്. വിനീത, ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ ഒരു പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നാണ് BJP പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കോൺഗ്രസിന്റെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയാണ്. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി മഹാറാലി അടക്കമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ കോട്ടയിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്യും. രാജസ്ഥാനിലെ കോട്ടയെ സംബന്ധിച്ചിടത്തോളം നിരവധി നീറ്റ് സെന്ററുകളും പരീക്ഷാ കേന്ദ്രങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവരുടെ ആദ്യഘട്ടം ഈ പ്രതിഷേധ പരിപാടികൾ രാജസ്ഥാനിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഡൽഹിയിലും ഒപ്പം തന്നെ പട്നയിലും അലഹബാദിലും അടക്കം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യവ്യാപക പ്രതിഷേധമാണ് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പരീക്ഷാ ക്രമക്കേടിനും ഒപ്പം തന്നെ രാജ്യത്തെ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നൽകുന്നത്. നേരത്തെ തന്നെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി യുവാക്കളോടും രാജ്യത്തെ വിദ്യാർത്ഥികളോടും ഒക്കെ തന്നെ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നിച്ച് മുന്നോട്ടിറങ്ങാമെന്നും ഒപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ രാജസ്ഥാനിൽ ഒരു നീറ്റ് പരീക്ഷാർത്ഥി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധ പരിപാടികൾ രാജസ്ഥാനിലെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാവുന്ന നിസ്സംഗതയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് കുറ്റപ്പെടുത്തിയത്. പക്ഷേ അതേസമയം ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് പുനഃപരീക്ഷ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ വെച്ചുകൊണ്ട് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് BJP ആരോപിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.